ഇടുക്കി ചിന്നക്കനാൽ സിംഗുകണ്ടത്തെ ജനവാസ മേഖലയിൽ നിന്നും കാട് കയറാതെ ചക്കക്കൊമ്പനും മുറിവാലനും. സിംഗുകണ്ടത്തെ ദേവാലയത്തിനു നേർക്ക് ചക്കക്കൊമ്പൻ ആക്രമണം നടത്തി. ദേവികുളത്തിറങ്ങിയ പടയപ്പയെ RRT സംഘം കാട്ടിലേക്ക് തുരത്തി. സംഘം വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന ചിന്നക്കനാൽ നിവാസികൾ പറയുന്നു. നഷ്ടപരിഹാരം നൽകാൻ പണമില്ല എന്നാണ് പറയുന്നതെന്നും നാട്ടുകാർ പ്രതികരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരികളായ ചക്കക്കൊമ്പനും മുറിവാലനും സിംഗുകണ്ടത്തെ ജനവാസ മേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയെത്തിയ ചക്കക്കൊമ്പൻ സിംഗുകണ്ടത്തെ പള്ളിക്കു നേരെയും ആക്രമണം നടത്തി. കാടിറങ്ങുന്ന കരിവീരന്മാരെ കാട് കയറ്റുവാൻ വനംവകുപ്പ് ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 4 ഫോറസ്റ്റുകാരും ഫയർ വാച്ചർമാരും മാത്രമുണ്ട്. പക്ഷെ അവർക്ക് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുടികടയിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റാൻ വേണ്ടിയിട്ട് ഫോഴ്സ് എന്തെങ്കിലും അവർക്ക് കൊടുത്തുകൊണ്ട് RRT ടീമിനെയും നിയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ആനശല്യം നമുക്ക് പരിപൂർണ്ണമായിട്ട് നിർത്താൻ പറ്റുള്ളൂ. ആനകളെ തുരത്താൻ നിയോഗിച്ചിരിക്കുന്ന RRT സംഘത്തിന് വെളിച്ചമുള്ള ടോർച്ച് പോലും നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ. വനം വകുപ്പിന് വിട്ടേക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെക്കാവുന്ന ഒരു തോക്ക് പോലുമില്ല. അവർ 2 തീപ്പെട്ടിയും 2 ചൈന ലൈറ്റുമായിട്ട് കുറേ ഫയർ വാച്ചർമാരുമായിട്ട് ഇതിൽ വന്ന് നടക്കും. ആയുധങ്ങളും കൊടുത്തു വിടണം. അവരും മനുഷ്യനാണ്. കാട്ടാന മാത്രമല്ല, മറ്റു വന്യമൃഗങ്ങളുടെയും ശല്യം അതിരൂക്ഷമാണെന്നും സിംഗുകണ്ട നിവാസികൾ പറയുന്നു. രൂക്ഷമായ വന്യമൃഗശല്യമാണ്. രൂക്ഷമായ വന്യമൃഗശല്യം കാട്ടാന, കുരങ്ങ്, മയില് തുടങ്ങിയ ജീവികൾ, ഈ ഞങ്ങളുടെയൊക്കെ പ്രായത്തിനിടയ്ക്ക് ഇവിടെ കാണാത്ത പല ജീവികളും ഇവിടെ ഇപ്പോൾ നിലവിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലിറങ്ങി കാട്ടാന നാശം വിതച്ചാലും നഷ്ടപരിഹാരം നൽകാൻ പണമില്ലെന്നാണ് വനംവകുപ്പ് കർഷകരോട് പറയുന്നത്. ഫോറസ്റ്റുകാർ കുറച്ച് പൈസ തന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരുടെ കയ്യിൽ ഫണ്ട് കുറവാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ വന്നിപ്പോൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്, നിങ്ങൾ ഇപ്പം തൽക്കാലം ഞങ്ങൾ കട്ട വെച്ച് തേച്ച് നന്നാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു പൈസ ഇല്ലെന്നാണ് അവർ പറയുന്നത്. വന്യജീവി പ്രതിരോധവും നഷ്ടപരിഹാര തുകയുടെ വിതരണവുമൊക്കെ വേഗത്തിലാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും അതൊന്നും പ്രായോഗികമായി നടപ്പിലാകുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് സിംഗുകണ്ടത്ത് നമ്മൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.